നമസ്കാരം. ഗതാഗത വകുപ്പിൽ ആവശ്യമായ പരിഷ്കാരങ്ങൾ യഥാസമയം കൊണ്ടുവരാൻ കഴിവുള്ള ശ്രമിക്കുന്ന ഒരു മന്ത്രി തന്നെയാണ് കെ.പി. ഗണേഷ്കുമാർ. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ചില കെട്ടുപാടുകൾ ഇട്ടത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിലും കഴിവിന്റെ പരമാവധി അദ്ദേഹം ചെയ്യാറുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മൂന്നാറിൽ നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണം, ഒരു ഡബിൾ ഡെക്കർ ബസ്, മൂന്നാർ പ്രദേശത്ത് ഒരു ഡബിൾ ഡെക്കർ ബസ്, ആ ബസിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ളത്. വിവാദമല്ല, ആ വിവാദം കൊണ്ട് ചിലർക്കൊക്കെ ഏതാണ്ട് 7 ലക്ഷം രൂപ ഒറ്റ ദിവസം കൊണ്ട് പോയി എന്നാണ് കേൾക്കുന്നത്. നമ്മുടെ ഒരു പൊതു സ്വഭാവമാണ് ഒരു ഓട്ടോ സ്റ്റാൻഡില് പെട്രോൾ ഓട്ടോറിക്ഷകൾ പണ്ട് അങ്ങനെയായിരുന്നു. പണ്ട് കുറെ പെട്രോൾ ഓട്ടോറിക്ഷകൾ, ചെറിയ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ, ഒച്ചയില്ലാത്ത ഓട്ടോറിക്ഷകൾ, ആ ഓട്ടോറിക്ഷകൾ നിരത്തിയിട്ട് കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു ഡീസൽ ഓട്ടോ വന്നപ്പോൾ അതില് ഒരു ചാക്ക് സിമന്റ് എടുത്തിട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അവിടെ നിന്ന് ഓടിച്ച ഓട്ടോറിക്ഷക്കാരുണ്ട്. അതായത് തങ്ങളെപ്പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഓട്ടോറിക്ഷയും കൂടെ ഒരുത്തം വന്നേക്കുന്നത് എന്നൊരു ചിന്തയില്ലാതെ, തത്വദീക്ഷയില്ലാതെ, യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ അവരെ ആട്ടി വിടുന്ന ഓട്ടോറിക്ഷക്കാർ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഇലക്ട്രിക് ഓട്ടോറിക്ഷയും കൊണ്ട്, ഗ്യാസിന്റെ ഓട്ടോറിക്ഷയും കൊണ്ടൊക്കെ വന്നപ്പോൾ, ഗ്യാസ് അവിടെ നിൽക്കട്ടെ, ഇലക്ട്രിക് ഓട്ടോറിക്ഷയും കൊണ്ട് വരുമ്പോൾ അവരെന്തോ ഒന്നാമത് അതിന്റെ കളർ വ്യത്യാസമാണ്. അത് കാണുമ്പോൾ അത് ഏട്ടിൽ പ്രസവിച്ച കുട്ടിയാണ് എന്ന മട്ടിൽ അതിനെ മാറ്റി നിർത്തുന്നത്. ഇവിടെ ഇടാൻ പറ്റില്ല, അത് അവിടെ കൊണ്ടിട്ട് ഇവിടെ കൊണ്ടിട്ട് എന്ന രീതിയിൽ ഒരു അവജ്ഞയോടെ പെരുമാറുന്ന ഓട്ടോറിക്ഷക്കാരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പുതിയൊരു ടാക്സി വന്നു കഴിഞ്ഞാൽ തങ്ങളോട് ഒരാളാണ്, അവനെ അരി വാങ്ങാൻ വേണ്ടിയിട്ട് അന്നൊരു ചിന്തയൊന്നുമില്ല. അതുപോലെയാണ് മൂന്നാറിലെ ടാക്സി മറ്റുള്ളവർ, ഓട്ടോക്കാരും മറ്റുള്ളവരും ടാക്സിക്കാരെല്ലാവരും കൂടെ ചെമ്മളിനായിട്ടുണ്ടാക്കിയത്. അതായത് ഈ ഡബിൾ ഡെക്കർ ബസ് ഓടാൻ പറ്റൂല, അത് ഞങ്ങളെ അതിനെ ബാധിക്കും, ഇതിനെ ബാധിക്കും എന്ന് പറഞ്ഞ് എല്ലാം കൂടെ ഒച്ചയമ്പളിനായിട്ടുണ്ടാക്കി. മന്ത്രി അതിന് ഉദ്ഘാടനമൊക്കെ നടത്തി പോകുന്ന സമയത്ത്, ഉദ്ഘാടനം നടത്താനൊക്കെ പോകുന്ന സമയത്ത് വഴിയിൽ നിന്നുകൊണ്ട് കരിങ്കൊടിയൊക്കെ കാണിച്ച് വലിയ ബഹളം ഉണ്ടാക്കി, പ്രതിഷേധം ഉണ്ടാക്കി, അങ്ങനെ ആകെ തുമ്പില്ലാത്ത കോലമാക്കി. അപ്പൊ പിന്നെ മന്ത്രി ഒരു കാര്യം തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ മൂന്നാറിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒന്നും വേണ്ട, ഒന്ന് പരിശോധിച്ച് കളയാം. ഇവരൊക്കെ എന്തായാലും ഇത്രയധികം പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ടല്ലോ, എന്താണ് ഇതിന്റെ അവസ്ഥ ഒന്നും അന്വേഷിച്ച് കളയാമെന്ന് കരുതിയിട്ട് നേരെ ഒരു ഉത്തരവ് കൊടുത്തു. മൂന്നാറിലെ സകല ടാക്സിയും സകല വാഹനങ്ങളും, അവിടേക്ക് വരുന്ന മുഴുവൻ ടാക്സി വാഹനങ്ങളും മുഴുവൻ അരിച്ചു പറക്കി. ചിലതിനൊക്കെ ടാക്സി ഇല്ല, അടച്ച് തെറ്റിക്കിടക്കുന്നത്, ചിലതിന് ഇൻഷുർ ഇല്ല, മറ്റു പേപ്പറുകളില്ല, പൊല്യൂഷൻ ഇല്ല, ചിലർക്ക് ലൈസൻസ് ഇല്ല എന്ന് വേണ്ട, എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത വണ്ടികൾ ചുരുക്കം. അങ്ങനെ ആകെ അടപടലപ്പെട്ടു. ഈ വേണ്ടാത്തത് തൊള്ളയിൽ കയറ്റിട്ട് വാങ്ങിയെന്ന് പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചിട്ട് വേണം അമ്മാരുള്ള പരിപാടിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇട്ടിരിക്കുന്ന ട്രൗസർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ആരാന്റെ ട്രൗസർ ഇടാൻ പോകാൻ. അതല്ല ഇപ്പൊ അവർ ചെയ്തത്. ഏതായാലും പിടിച്ചവർക്കൊക്കെ അത്യാവശ്യം നല്ല ഫൈന് കിട്ടിയെന്നും കുറെ വണ്ടികളെങ്കിലും പോലീസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തോണ്ട് പോയെന്നുമാണ് കേൾക്കുന്നത്. അല്ല, നമ്മള് മറ്റുള്ളവരെ എതിർക്കുന്നുണ്ടെന്ന് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഭാഗം ക്ലിയർ ആയിരിക്കണം. അതുപോലെ മറ്റ് വരുന്നവൻ, അവനും ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഒരു അങ്ങാടിയിൽ ഒരു പീടിക മാത്രം ഉണ്ടായിരുന്ന കാലത്ത് കച്ചവടം കുറവായിരുന്നു. ഒരു ഓട്ടോറിക്ഷ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഓട്ടവും കുറവായിരുന്നു. 2 ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒന്ന് കിട്ടുമെന്ന് ഇതിനോട് ആള് വരും. 2-3 പീടിക ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പീടികയിലില്ലെങ്കിൽ മറ്റൊരു പീടികയിൽ നിന്ന് വാങ്ങാൻ കരുതി ആള് വരും. പണ്ട് 1-2 ബസ് ഉണ്ടായിരുന്ന സമയത്തും ഇതുപോലെ ജനങ്ങളുണ്ടായിരുന്നു. ആ സ്ഥാനത്ത് എത്രത്തോളം ജനങ്ങൾ സഞ്ചരിക്കാനില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോ മിനിറ്റ് വെച്ച് ബസ്സുകൾ ഉണ്ടായിട്ടും അതിൽ തിങ്ങി ഞെരുങ്ങിയ ആൾക്കാർ പോണത്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ടാക്സിക്കും മറ്റു കാര്യങ്ങൾക്കും പ്രയാസമൊന്നുമില്ല. പിന്നെ അഥവാ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ, പെരുമാറ്റ ദൂഷ്യങ്ങളാണ്. മര്യാദയ്ക്ക് പെരുമാറിയാൽ മതി. മര്യാദയ്ക്ക് മനുഷ്യരോടാണ് നിങ്ങൾ പെരുമാറുന്നതെന്നും മനുഷ്യരെയാണ് നിങ്ങൾ കൊണ്ടുപോകണമെന്നും അവര് തരുന്ന പണമാണ് നമ്മൾ ഉപജീവന മാർഗമെന്നും ചിന്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായാൽ മതി. ഒരു കുഴപ്പമില്ല, എല്ലാം നടക്കും. Different angles. Don't forget to subscribe and support this channel.